ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നത് എന്തിനാണ്, എന്ത് കാര്യത്തിനാണ് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത്, നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന്റെ അർത്ഥം എന്താണ് എന്നുള്ള ഒരു കാര്യമാണ് നമ്മളോട് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ആരെങ്കിലും ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു നിമിഷം തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ആരും ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിംഗ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത്, നിങ്ങളിപ്പോൾ ഒരു വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക. ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവന്ന് തന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ വിചാരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും വിചാരിക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു പേഴ്സണെ എന്തിനാണ് യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാർഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് കിങ് ഓഫ് വാൻഡ്സിന്റെ ഒരു കാർഡാണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, നൈറ്റ് ഓഫ് പെന്റക്കിൾസ്, ടു ഓഫ് വാൻഡ്സ്, ദ മൂൺ കാർഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, സിക്സ് ഓഫ് വാൻഡ്സ്, ദ ഹാങ്ഡ് മാൻ. ദ ഹാങ്ഡ് മാൻ നമുക്ക് റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. ഫോർ ഓഫ് സോഡ്സ്, ഓക്കെ, ഫോർ ഓഫ് കപ്സ്, Knight of Swords, Page of Wands, Five of Cups, Eight of Cups. അപ്പോൾ ഇത്രയും കാർഡുകളാണ് കിട്ടിയിട്ടുള്ളത്. മാസ്റ്റർ കാർഡ് നമുക്ക് നോക്കാം. 9 ഓഫ് പെന്റക്കിൾസ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു സ്പ്രെഡിൽ നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് എന്തിനാണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ കിങ് ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്, അതുപോലെ നൈറ്റ് ഓഫ് പെന്റക്കിൾസ്. ഈ രണ്ട് കാർഡുകളാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് നിങ്ങളെ ഇമോഷണലിയും അതുപോലെ തന്നെ മെന്റലിയും അവേക്കൻ ചെയ്യാനാണ് എന്നുള്ളതാണ്. അപ്പോൾ കിങ് ഓഫ് വാൻഡ്സിന്റെ എനർജി പറയുന്നത് ഒരു സ്ട്രോങ് അട്രാക്ഷൻ, അതുപോലെ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കുക, ഒരു ചറിഷ് ആക്കുക, പാഷൻ എന്നൊക്കെയാണെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നപ്പോൾ നിങ്ങൾക്കൊരു സ്പാർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അവരുടെ ആ ഒരു പ്രസൻസ് തന്നെ ഒരു നിങ്ങൾക്കൊരു പോസിറ്റീവ് വൈബ് തന്നിട്ടുണ്ടാവാം. പക്ഷെ കിങ് ഓഫ് പെന്റക്കിൾസ് കാണിക്കുന്നത് ഈ ഒരു കണക്ഷൻ അത്ര ഒരു ഫാസ്റ്റ് അല്ല, ഒരു സ്ലോ ആയിട്ട് പ്രോഗ്രസ് ആയിട്ട് ഇങ്ങനെ വന്നൊരു ഒരു കണക്ഷനാണ്. അപ്പം അതുപോലെ തന്നെ ഇവിടെ ഒരു പേഷ്യൻസ് ഉണ്ട്, ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്, കൂടുതൽ ലെസൺസ് പഠിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് എന്നൊക്കെയാണ്. അപ്പൊ ഈ ഒരു വ്യക്തിയിലൂടെ നിങ്ങൾ പഠിക്കേണ്ടുന്ന പ്രധാന ലെസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ടൈമിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. അതാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പൊ ഒരു വിധത്തിൽ നിങ്ങൾ ഒരു ഇമ്പൾസീവ് ഇമോഷൻസും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ റിയാലിറ്റിക്കും ഇടയിൽ ഇങ്ങനെ ഒരു ബാലൻസ് ആയിട്ട് നിൽക്കാനായിട്ട് പഠിക്കുന്ന ഒരു സ്റ്റേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. അത് കൂടുതൽ നിങ്ങളെ ഓർമ്മിപ്പിക്കാനും നിങ്ങളെ പഠിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ നമുക്കിവിടെ ടു ഓഫ് വാൻഡ്സിന്റെ ഒരു കാർഡ് ഉണ്ട്, അതുപോലെ മൂൺ കാർഡ് വന്നിട്ടുണ്ട്. ഈ ഒരു കാർഡ്സുകൾ വളരെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് കാണിക്കുന്നത്. ഈ വ്യക്തി നിങ്ങളുടെ ഫ്യൂച്ചർ പാത്ത്, അതായത് മുന്നോട്ടുള്ള ഫ്യൂച്ചറിലേക്കുള്ള വഴികൾ മാറ്റാനായിട്ട് വന്നവരാണ്. അതായത് ടു ഓഫ് വാൻഡ്സ് ഫ്യൂച്ചർ പ്ലാനിങ്, അതുപോലെ ന്യൂ ഡയറക്ഷൻ ഉണ്ടാക്കാനും എക്സ്പാൻഷൻ നടത്താനും ഒക്കെ ആയിട്ടാണ് കാണുന്നത്. അപ്പം പിന്നെ മൂൺ കാർഡ് പറയുന്നത് ഒരു കൺഫ്യൂഷൻ, അതുപോലെ ഹിഡൻ ഇമോഷൻസ്, അൺസർട്ടനിറ്റി, സബ് കോൺഷ്യസ് ഫിയർ, ഈ കാര്യങ്ങളൊക്കെയാണ്. അതായത് ഈ ഒരു കണക്ഷൻ നിങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഇൻസെക്യൂരിറ്റീസ് പുറത്തു വന്നിരിക്കാം, അല്ലെങ്കിൽ കൊണ്ടുവരും. നിങ്ങൾക്ക് ഈ വ്യക്തിയെ കുറിച്ച് അവരെന്നെ ശരിക്കും കെയർ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതൊരു ഡെസ്റ്റിനി ആണോ, എന്തുകൊണ്ട് ഇത്ര ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള എനർജി ഉണ്ടാകുന്നു എന്നിങ്ങനെയൊക്കെയുള്ള ഒരു ഡൗട്ട്സ് ഒക്കെ വന്നിട്ടുണ്ടാവും. പക്ഷെ മൂൺ കാർഡിന്റെ ഡീപ്പർ മീനിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഇൻറ്റ്യൂഷൻ അവേക്കനിങ് ആണ്. ഈ ഒരു
കണക്ഷൻ വഴി നിങ്ങൾ നിങ്ങളുടെ ഇന്നർ വോയിസ് കേൾക്കാനായിട്ട് പഠിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എത്ര കൺഫ്യൂഷൻസോ എത്ര കാര്യങ്ങളോ പ്രാക്ടിക്കലി അല്ലെങ്കിൽ റിയാലിറ്റിയിൽ ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു സ്പിരിച്വൽ വേയിലേക്ക് മാറിക്കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിന്റെ ആ ഒരു ഇൻറ്റ്യൂഷൻസ് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ പഠിക്കുന്ന ഒരു സ്റ്റേജിലൂടെ നിങ്ങൾ കടന്നു പോകും എന്നുള്ളതാണ്. പിന്നെ നമുക്കിവിടെ 6 ഓഫ് വാൻഡ്സ് ഉണ്ട്, അതുപോലെ ഹാങ്ഡ് മാൻ റിവേഴ്സും കാർഡുകൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ ഒരു സെൽഫ് ഗ്രോത്ത് എലിവേറ്റ് ചെയ്യാനായിട്ട് വന്നതാണ്. അതായത് നിങ്ങൾക്ക് സെൽഫ് ഗ്രോത്ത് ഉണ്ടാക്കി തരാനായിട്ട്. ചിലപ്പോൾ നിങ്ങൾ ഒന്നുമല്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങളെ കുറച്ചും കൂടി ഒരു നല്ല ലെവലിലേക്ക് നിങ്ങൾക്കൊരു സെൽഫ് ഗ്രോത്ത് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാക്കി മാറ്റാനായിട്ട് ഇവർ സഹായിച്ചിട്ടുണ്ടാകും. അപ്പം 6 ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോൾ സക്സസ്, റീകൺസിലേഷൻ, വാലിഡേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പം അവര് ഒരു നിങ്ങളെ വിസിബിൾ ആയിട്ട് ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവാം. ഒരു പതുങ്ങി നിൽക്കുന്ന സ്വഭാവമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് വിസിബിൾ ആക്കുന്ന രീതിയിൽ നിങ്ങളെ അങ്ങനെ മാറ്റി തീർക്കാനായിട്ട് അവർ നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ ഹാങ്ഡ് മാൻ റിവേഴ്സ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ നീണ്ടു പോയതായിട്ട്, അതായത് ഈ ഒരു കണക്ഷനിൽ വെയിറ്റിംഗ് എനർജി വളരെ ഒരു സ്ട്രോങ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരാൾ സറണ്ടർ ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നു. അവർക്ക് കുറച്ച് ഈഗോ, ഫിയർ, ഓവർ തിങ്കിങ് ഒക്കെ കാരണം മുന്നോട്ടേക്ക് മൂവ്മെന്റ്സ് എടുക്കാനായിട്ട് ഡിലേ ആകുന്നു എന്നുള്ളത് നമുക്ക് കാണുന്നത്. അത് ചിലപ്പോൾ നിങ്ങളായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു പേഴ്സൺ വന്നത് കുറച്ച് ഒരു ക്ഷമ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു പേഷ്യൻസ് മാത്രം പഠിപ്പിക്കാനല്ല. അപ്പം വെൻ ടു സ്റ്റോപ്പ് സാക്രിഫൈസിങ് യുവർ പീസ് എന്ന ഒരു ലെസൺ പഠിപ്പിക്കാനും കൂടിയാണ്. അപ്പോൾ എപ്പോഴാണ് നമ്മുടെ ഒരു നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നത്, ആ ഒരു സമയത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മുടെ ലൈഫിന്റെ ഒരു പീസ് കണ്ടെത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം എന്നുള്ളൊരു ലെസൺ പഠിപ്പിക്കാൻ കൂടിയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. ഓക്കെ, പിന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് 4 ഓഫ് സോൾസിന്റെ ഒരു കാർഡ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ചേർന്ന 4 ഓഫ് കപ്സിന്റെ ഒരു കാർഡും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഈ കാർഡ്സ് ഇമോഷണൽ അവരുടെ ആ ഒരു ഇമോഷൻസിനെയാണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നത് ഒരു ഹീലിംഗ് ട്രിഗർ ചെയ്യാനായിട്ടാണ്. നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ആ ഒരു ഡിസപ്പോയിൻമെന്റ് അല്ലെങ്കിൽ ഒരു റിജക്ഷൻ ഉണ്ട്, ഒരു ഒറ്റപ്പെടുന്ന അവസ്ഥ, ഇങ്ങനെയൊക്കെ നിങ്ങൾ ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു കണക്ഷൻ അത് ഒരു സർഫേസിലേക്ക് കൊണ്ടുവന്നിരിക്കാം. അതായത് നിങ്ങൾ ഇങ്ങനെ വളരെ നിരാശയോടെ നിന്നിരുന്ന ഒരു സമയത്തായിരിക്കാം ഈ ഒരു പേഴ്സൺ വളരെ ഒരു ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങളിലേക്ക് കടന്നു വരികയും ഈ ഒരു പേഴ്സന്റെ വരവോടുകൂടി നിങ്ങൾ ആ ഒരു നിരാശയും വിഷമവും കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് പുതിയൊരു ലൈഫിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു മാറ്റത്തിലേക്ക് പോയിട്ടുണ്ടാവാം. ഇവിടെ 4 ഓഫ് കപ്സ് പറയുന്നത് ഇമോഷണൽ ഡിസാറ്റിസ്ഫാക്ഷൻ. ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ അവൈലബിൾ ആയിട്ടും ഇമോഷണലി ഡിസ്റ്റൻസ് പോലെ നിങ്ങൾക്ക് അതിനുശേഷം തോന്നിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ ഒരു സമയം വളരെ മോശമാണ് എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിച്ചിരിക്കാം. അപ്പൊ യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് നിങ്ങൾ സ്നേഹം മാത്രം തേടേണ്ട ഒരു വ്യക്തിയല്ല, ഇമോഷണൽ ഫുൾഫിൽമെന്റ് കൂടി നിങ്ങൾ അന്വേഷിക്കണം, അല്ലെങ്കിൽ അതുകൂടി നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് നൈറ്റ് ഓഫ് സോഴ്സ് ഉണ്ട്, അതുപോലെ പേജ് ഓഫ് വാൻഡ്സ് ഉണ്ട്. ഈ ഒരു കണക്ഷൻ ഒരു സഡൻ കമ്മ്യൂണിക്കേഷൻ, അൺഎക്സ്പെക്റ്റഡ് മൂവ്മെന്റ്, ഒരു ക്യൂരിയോസിറ്റി, അട്രാക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടർന്ന് ഉണ്ടായിട്ടുള്ള ഒരു കണക്ഷനാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത്തരം കാര്യങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്നതാണ്. അപ്പൊ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ടുവന്നു, അവര് നിങ്ങളെ ഇമോഷണലി വേക്കപ്പ് ചെയ്തവരാണ്. അപ്പൊ പേജ് ഓഫ് വാൻഡ്സ് ഒരു യൂത്ത്ഫുൾ എനർജിയാണ്. അതായത് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വളരെ ഒരു പോസിറ്റീവ് എനർജി, ഒരു പാഷനേറ്റ് എനർജി, ഒരു എക്സൈറ്റ്മെന്റ്, ഒരു കെമിസ്ട്രി ഒക്കെ അവിടെ വർക്കായി എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പക്ഷെ നൈറ്റ് ഓഫ് സോർട്സ് കാരണം ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഒരു ഇൻകൺസിസ്റ്റന്റ് അല്ലെങ്കിൽ ഇമ്പൾസീവ് ആയിരിക്കും. അപ്പം പിന്നീട് അവിടെ ആർഗ്യുമെന്റ്സും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും സഡൻ ഡിസ്റ്റൻസും ഒക്കെ ഉണ്ടാവാം എന്ന് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒരു ഇമ്പോർട്ടൻറ്റ് ലെസൺ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പാഷൻ എലോൺ ഈസ് നോട്ട് ഇനഫ്. ഇമോഷണൽ മച്യൂരിറ്റിയും അതുപോലെ തന്നെ ക്ലാരിറ്റിയും ഈക്വൽ ഇമ്പോർട്ടൻറ്റ് ആവശ്യമാണ് എന്നുള്ള കാര്യമാണ്. അതായത് നമുക്ക് ഇമോഷണൽ മച്യൂരിറ്റി വേണം, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ അപ്പോഴും നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ഇത് തുടങ്ങുന്ന സമയത്തൊന്നും ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോഴും ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. ആ ഒരു ക്ലാരിറ്റി എവിടെ നിന്നാലും നമ്മൾ ആ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ ഇമോഷണലി ഒത്തിരി അങ്ങോട്ട് അറ്റാച്ച്ഡ് ആയി പോകാതെ കുറച്ച് ബൗണ്ടറീസ് ഒക്കെ കീപ്പ് ചെയ്ത് ആളുകളെ നിർത്തണം. ആ ഒരു ഇമോഷണൽ മച്യൂരിറ്റിയും നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് ഈ ഒരു വ്യക്തി നിങ്ങളെ കൂടുതലായിട്ട് പഠിപ്പിക്കുന്ന ഒരു ലെസൺ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ. പിന്നെ 5 ഓഫ് കപ്സ് ഉണ്ട് നമുക്കിവിടെ.
അതുപോലെ തന്നെ 8 ഓഫ് കപ്സിന്റെ ഒരു കാർഡ് ഉണ്ട്. അപ്പൊ ഈ രണ്ട് കാർഡുകളാണ് റീഡിങ്ങിന്റെ ഒരു ഇമോഷണൽ കോർ എന്ന് പറയുന്നത്. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നത് ഇമോഷണൽ ലോസ്, അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ലെറ്റ് ഗോ ഇങ്ങനെയുള്ള ഒരു ലെസൺസ് ഒക്കെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ഈ ഒരു വ്യക്തിയായിരിക്കാം ഇത്തരം കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവുക. അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ഓവർ അറ്റാച്ച്മെന്റ് ഒക്കെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നായിരിക്കാം. അതുപോലെ 5 ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു റിഗ്രറ്റ്, ഒരു സാഡ്നെസ്, ഇമോഷണൽ ഗ്രീഫ് ഒക്കെ കാണിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു കണക്ഷനിൽ ഒരാളോ രണ്ടുപേരോ ഒക്കെ അൺഹീൽഡ് ആയിട്ട് പെയിൻ ക്യാരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും. 8 ഓഫ് കപ്സിന്റെ ഒരു എനർജി പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഡീപ്ലി ഒരു ലവ് ചെയ്യുന്ന ഒരാളുകൾ കുറച്ച് ഒന്ന് ഫോർ എവർ സ്റ്റേ ചെയ്യാനല്ല വരുന്നത്, നമ്മളെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട്, നമ്മളെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് വരുന്നത് എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിലുള്ള എനർജിയാണ് നമുക്ക്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ കൂടെ എന്നും നിലനിൽക്കാൻ വേണ്ടിയിട്ട് വന്ന, അല്ലെങ്കിൽ എന്നും കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരു വ്യക്തിയല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുകയാണ്. നമ്മളുടെ കുറച്ച് മാറ്റങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ട് വന്ന വ്യക്തികളാണ്. അപ്പോൾ ഈ ഒരു കണക്ഷൻ നിങ്ങളെ ഇമോഷണലി സ്ട്രോങ് ആക്കുകയാണ്. നിങ്ങൾ പഴയ ഒരു ഇമോഷൻ പാറ്റേൺ തന്നെ വിട്ടിട്ട് മൂവ് ഓൺ ചെയ്യേണ്ടുന്ന എനർജി നമുക്കിവിടെ കാണാനായിട്ട് വരുന്നു. അപ്പോൾ ആരെങ്കിലും ആ ഒരു പഴയ പാറ്റേണിൽ വിഷമിച്ചൊക്കെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇപ്പോൾ നിങ്ങളെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ ഒരു വ്യക്തി ആരാണോ അവരുമായിട്ട് നിങ്ങൾ എന്നും ജീവിതകാലം മുഴുവനും ഒരുമിച്ച് ചേർന്ന് പോകേണ്ട വ്യക്തികളല്ല. അവരെ കുറച്ച് നാൾ നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങൾക്ക് കുറച്ച് ലെസൺസ് ഒക്കെ പറഞ്ഞു തന്ന് നിങ്ങളുടെ ലൈഫിനെ ഒന്ന് മാറ്റിയിട്ട് പോകേണ്ട കുറെ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചിട്ടും അവിടെ നിന്ന് പോകേണ്ടുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകേണ്ടുന്ന സമയം കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ ഇവിടെ ഫൈനൽ ഔട്ട്കം ആയിട്ട് വന്നിരിക്കുന്ന 9 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡ്. ഇതാണ് റീഡിങ്ങിന്റെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് മെസ്സേജ്. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നതിന്റെ ഒരു ബിഗസ്റ്റ് പർപ്പസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓൺ വാല്യൂ മനസ്സിലാക്കി തരിക എന്നുള്ളതാണ്. നിങ്ങളുടെ വാല്യൂ, നിങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇവർ വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 9 ഓഫ് പെന്റക്കിൾസ് സെൽഫ് വർത്തിനെ കാണിക്കുന്നുണ്ട്, ഇൻഡിപെൻഡൻസ്, കോൺഫിഡൻസ്, ഇമോഷണൽ മെച്യൂരിറ്റി, ഇതിനെല്ലാം കാണിക്കുന്ന ഒരു കാർഡാണ്. അപ്പൊ ഈ ഒരു കണക്ഷൻ കഴിഞ്ഞ് നിങ്ങൾ പഴയതുപോലെ ഇരിക്കില്ല. സെൽഫ് റെസ്പെക്ട് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഇമോഷണൽ ബൗണ്ടറീസ് ഒക്കെ നിങ്ങൾ പഠിക്കും. ആരെങ്കിലും നിങ്ങളെ ചൂസ് ചെയ്താൽ മാത്രം, അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ സ്നേഹിച്ചാൽ, എന്നെ കെയർ ചെയ്താൽ മാത്രമാണ് ഞാൻ കുറച്ച് നല്ല രീതിയിൽ ഇരിക്കുള്ളൂ എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ നിങ്ങളുടെ കുറയും. സ്വന്തം പീസിനെ പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ട് തുടങ്ങും. അതായത് സ്വന്തം സമാധാനത്തെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ വില കൊടുക്കുക. അപ്പൊ യൂണിവേഴ്സ് പറയുന്നത് ഈ വ്യക്തി നിങ്ങളുടെ ഫൈനൽ ഒരു ഡെസ്റ്റിനേഷൻ ആണോ എന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് അവര് നിങ്ങളിലേക്ക് എത്താനായിട്ട് വന്നവരാണ്, അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളിൽ തന്നെ എത്തിക്കാനായിട്ട് വന്നവരാണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ചില ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ഫോർ എവർ പാർട്ട്ണർ ആ ഒരു രീതിയിലേക്ക് ആകാനായിട്ട് വരുന്നവരാണ്. മറ്റു ചിലരാകട്ടെ അങ്ങനെ ഫോർ എവർ പാർട്ട്ണർ ആയിട്ട് എന്നും നമ്മുടെ കൂടെ നിൽക്കാനായിട്ട് വരുന്നവരല്ല. അവർ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ഇമോഷണൽ അല്ലെങ്കിൽ സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാനായിട്ട് വരുന്നവരാണ്. അപ്പൊ നിങ്ങളുടെ കാർഡുകൾ ഈ ഒരു പ്രത്യേകിച്ച് മൂൺ കാർഡ്, ഹാങ്ഡ് മാൻ റിവേഴ്സ്, 5 ഓഫ് കപ്സ്, 8 ഓഫ് കപ്സ്, ഇവിടെ നമുക്ക് 9 ഓഫ് പെന്റക്കിൾസ്, ഇതൊക്കെ കാണിക്കുന്നത് ഈ ഒരു കണക്ഷൻ ഉള്ളിൽ നിന്ന് നിങ്ങളെ മാറ്റുന്ന ഒരു ജേർണിയാണ് ഈ ഒരു പേഴ്സൺ വന്നതിന് ശേഷം. അപ്പം ആദ്യത്തിൽ നിങ്ങൾക്കൊക്കെ തോന്നിയിരിക്കാം ഈ ഒരു വ്യക്തി തന്നെയാവും എൻ്റെ ഒരു ഫ്യൂച്ചർ, ഇവരെ കിട്ടിയാൽ ഞാൻ മൊത്തം കംപ്ലീറ്റ് ആകും, ഇവരാണ് എൻ്റെ ഒരു ഹാപ്പിനെസ്, ഇവരില്ലാതെ വേറൊരു ഭൂമിയിൽ വേറൊരു ഹാപ്പിനെസ്സും എനിക്കില്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ടാകും. പക്ഷെ യൂണിവേഴ്സ് ഇവിടെ സ്ലോലി നിങ്ങളെ മറ്റൊരു ട്രൂത്ത് പഠിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ഒരു കംപ്ലീറ്റ്നെസ് മറ്റൊരാളിലല്ല, നിങ്ങളിൽ തന്നെയാണ് എന്ന് പതിയെ പതിയെ ഈ ഒരു ചെറിയ കൊട്ടൊക്കെ തന്നുകൊണ്ട് നിങ്ങളെ ആ ഒരു ലെസൺ പഠിപ്പിച്ചെടുക്കുകയാണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു വ്യക്തി വന്നതിന് ശേഷം നിങ്ങൾ കൂടുതൽ ഒരു ഡീപ്പായിട്ട് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങി. നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് നിങ്ങൾ തന്നെ ഫേസ് ചെയ്യാൻ തുടങ്ങി. അതായത് നിങ്ങളുടെ പേടിയും കാര്യങ്ങളൊക്കെ എന്തിനെ കുറിച്ചാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. സെൽഫ് വർത്തൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തുടങ്ങി. ഇമോഷണൽ അറ്റാച്ച്മെന്റ് എത്ര ഡീപ്പ് ആകാമെന്ന് അവർ അനുഭവിച്ചു. അതായത് ഇമോഷണൽ അറ്റാച്ച്മെന്റ് എത്ര ഡീപ്പിലേക്ക് പോകാമെന്നും അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അകലമിട്ട് നിൽക്കണം, ഒത്തിരി ഡീപ്പിലേക്ക് പോകരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുഭവത്തിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്ത് പഠിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു പെയിൻഫുൾ ആയാലും അതിലൂടെ നിങ്ങൾ ഇമോഷണലി ശരിക്കും വേക്കൺ ആവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇവിടെ മൂൺ കാർഡ് കാരണം ഈ ഒരു ബന്ധം വളരെയധികം കൺഫ്യൂസ്ഡ് സ്റ്റേജിലേക്കൊക്കെ പോയിട്ടുണ്ടാകാം. അപ്പം നിങ്ങൾക്ക് പലപ്പോഴും മിക്സഡ് സിഗ്നൽസ്, അൺസർട്ടനിറ്റിയും അതുപോലെ ഹിഡൻ ഇമോഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷെ
സ്പിരിച്വൽ ലെവലിൽ ഇത് നിങ്ങളെ ഇൻറ്റ്യൂഷൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിച്ചതായിട്ടാണ് കാണുന്നത്. മുൻപ് നിങ്ങൾ ഈ ഒരു റെഡ് ഫ്ലാഗ് ഇഗ്നോർ ചെയ്തിട്ടുണ്ടാകും, പക്ഷെ ഇപ്പോൾ ആരുടെ എനർജി ജെനുവിൻ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ആരാണ് ഇമോഷണലി അൺഅവൈലബിൾ ആയിരുന്നത്, എവിടെ നിങ്ങൾ ഓവർ ഗീവ് ചെയ്തു, അതായത് ഒത്തിരി നിങ്ങൾ കൊടുത്തു, എവിടെയൊക്കെ ആർക്കൊക്കെ കൊടുത്തു എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ കൂടുതൽ ഒരു കറക്റ്റായിട്ട് ക്ലിയർലി ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ നഷ്ടങ്ങൾ അല്ലെങ്കിൽ ഡിസപ്പോയിൻമെന്റ്സ് ഒക്കെ ഒരു എൻഡിങ് ആണ് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കരുത്. ഇമോഷൻസ് ഇവല്യൂഷന്റെ ഒരു ഭാഗമാണ്. ചിലപ്പോൾ യൂണിവേഴ്സ് നമ്മളെ ഒരു ഇമോഷണലി ഷേക്ക് ചെയ്യും. നമ്മൾ പഴയ ആ ഒരു അൺഹെൽത്തി പാറ്റേൺ വിട്ട് പുറത്ത് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ യൂണിവേഴ്സ് നമ്മളെ ഷേക്ക് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഒരു മിനിമം എഫേർട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ സ്വന്തം ഹാപ്പിനെസ് മറ്റൊരാളിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ, ഒരാളെ ലോസ് ചെയ്യുമോ എന്നൊരു ഫിയർ കൊണ്ട് സ്വന്തം വാല്യൂ ഫോർഗെറ്റ് ചെയ്തിട്ട് നമ്മൾ അവരെ ചേസ് ചെയ്യുന്നു, അവരുടെ മുന്നിൽ നമ്മൾ യാചിച്ചുകൊണ്ട് നിൽക്കുന്നു, ബെഗ് ചെയ്തുകൊണ്ട് നിൽക്കുക. ഇതിൽ നിന്നൊക്കെ നമ്മൾ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മളെ ഇമോഷണലി ഷേക്ക് ചെയ്യും. അപ്പോൾ ഈ ഒരു കണക്ഷൻ അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് നൽകുന്ന ഒരു ലെസൺസ് ആണ് അതെന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെ ഇവിടെ റീഡിങ് അവസാനം നമുക്കൊന്ന് നയൻ ഓഫ് പെന്റിക്കിൾസ് ആണല്ലോ. ഇതൊരു ലവ് കാർഡ് അല്ല, ഒരു സെൽഫ് വർത്ത് കാർഡാണ് വന്നിരിക്കുന്നത്. അതിന് വലിയൊരു മീനിങ് ഉണ്ട്. യൂണിവേഴ്സ് നിങ്ങളെ എത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു പ്ലേസ് എന്ന് പറയുന്നത് ഇമോഷണലി സ്റ്റേബിൾ ആയ ഒരു വേർഷൻ, അതായത് ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണാക്കി മാറ്റാൻ വേണ്ടി നിങ്ങളെ പല വഴികളിലൂടെ യൂണിവേഴ്സ് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. സ്വന്തം സമാധാനം പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു വേർഷനാക്കി മാറ്റണം. ആരെങ്കിലും വാലിഡേറ്റ് ചെയ്യാതെ തന്നെ സ്വന്തം ഞാൻ വാല്യുബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്ന ആ ഒരു വേർഷനിലേക്ക് നിങ്ങൾ മാറും. അതാണ് അപ്പം ദേ കെയിം ടു ലീഡ് യു ബാക്ക് ടു യുവർ സെൽഫ് എന്നതിൻ്റെ ആ ഒരു മീനിങ്. അവർ വന്നിട്ടുള്ളത് നിങ്ങളെ ലീഡ് ചെയ്ത് കൊണ്ടുപോകാൻ, നിങ്ങളിലേക്ക് തന്നെ കൊണ്ടുപോകാൻ, നിങ്ങൾ എന്താണ് എന്നറിയാനായിട്ട് നിങ്ങളിലേക്ക് തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ആ പേഴ്സൺ വന്നിട്ടുള്ളത്. അപ്പം ഈ വ്യക്തി നിങ്ങളെ നിങ്ങളുടെ ഇമോഷണൽ ഡെപ്ത് മനസ്സിലാക്കാൻ സഹായിച്ചിട്ടുണ്ട്, ബൗണ്ടറീസ് വെക്കാനായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ സെൽഫ് ലവ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒത്തിരി പഠിപ്പിച്ചു. ലോൺലിനെസ്സിനും ഇൻഡിപെൻഡൻസിനും ഇടയിലെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് ഇവർ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇതൊരു കാർമിക് ആൻഡ് സോൾ കണക്ഷൻ എനർജിയാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ കാർമിക് ലെസൺസ് എനർജി വളരെ സ്ട്രോങ് ആണ്. കാർമിക് കണക്ഷൻസ് സാധാരണ ഒരു ഇന്റൻസ് അട്രാക്ഷൻ ഉണ്ടാകും, ഈസി ആയിട്ട് ഫൊർഗെറ്റ് ചെയ്യാൻ പറ്റില്ല, ഇമോഷണൽ ഹൈ ആൻഡ് ലോ, അങ്ങനെ ഒരു ഹോട്ട് ആൻഡ് കോൾഡ് പോലെ ഉണ്ടാകും. ലെസൺസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഹീലിംഗ് ട്രിഗർ ചെയ്യും. പക്ഷെ അവരുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്, ഇവിടെ എല്ലാത്തിൻ്റെയും ഒരു മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ്. അപ്പൊ ചില ആളുകൾ നമ്മളെ നമ്മളിൽ വന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടല്ല വരുന്നത്, നമുക്കൊരു ചേഞ്ച് നമ്മളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് റിലേഷൻഷിപ്പിന്റെ ഒരു ഔട്ട്കമ്മിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിലാണ് യൂണിവേഴ്സ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ നിങ്ങളെ ആരെക്കുറിച്ചാണോ ഇപ്പൊ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഒരു ലെസൺസ് എല്ലാം തരാൻ വേണ്ടിയിട്ട് എന്തിനാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഓൾറെഡി എനിക്ക് മനസ്സിലായ കാർഡുകളിൽ നിന്ന് മനസ്സിലായ കുറേ കാര്യങ്ങൾ ഇവിടെ കവർ ചെയ്തു പോയി. ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത് എന്നാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടി എടുത്തുക. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്ലൂ കിട്ടുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നൊരു ക്ലൂ ആണ്. അതുപോലെ തന്നെ നവംബർ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1990 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 52 കിട്ടുന്നുണ്ട്. ലൈഫ് ചേഞ്ച്. ഓക്കെ, ലൈഫിൽ മാറ്റങ്ങൾ വരുന്നു. ഇത് തന്നെയാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ ഫുള്ളായിട്ട് കിട്ടിയിട്ട് ഉള്ളത്. ഗ്രീൻ കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളർ. സെൻസ് ഓഫ് ഹ്യൂമർ, ഒത്തിരി സെൻസ് ഓഫ് ഹ്യൂമർ ഒക്കെ ഉള്ള, ഒത്തിരി തമാശയൊക്കെ പറയുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെയുള്ള വ്യക്തിയായിരിക്കും. നമ്പർ 26 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വയനാട് ജില്ല നമുക്ക് കിട്ടുന്നുണ്ട്. റെയിൻബോ സയൻസ് ഒക്കെ ഈ ഒരു സമയത്ത്, റെയിൻബോ സയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെയിൻബോസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതൊക്കെ ഒരു മാറ്റത്തിന്റെ സൈനാണ്. ലെറ്റർ Y നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2000 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 1980 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. മ്യൂസിക്കിന് റിലേഷൻഷിപ്പുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമ്പർ 43 കിട്ടുന്നുണ്ട്. കൊല്ലം ജില്ല നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 21 കിട്ടുന്നുണ്ട്.
ഇടുക്കി ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സെപ്റ്റംബർ മന്ത് നമുക്ക് കിട്ടുന്നുണ്ട്. 222 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 7 days എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, നമ്പർ 34 കിട്ടുന്നുണ്ട്. ഓക്കെ, നമ്പർ 22 കിട്ടുന്നുണ്ട്. ട്രൂ ലവ്, ഒരു ട്രൂ ലവ് ആണ് എന്നാണ് പറയുന്നത്. നമ്പർ 41 കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ചാരിറ്റി ഒക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ള വ്യക്തികളായിരിക്കാം. നമ്പർ 33 കിട്ടുന്നുണ്ട്. നമ്പർ 37, നമ്പർ 29, 1977 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ക്രേസി എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ നമുക്ക് കിട്ടുന്നത് 1996 എന്ന് പറയുന്ന വർഷമാണ്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമന്റ് സെക്ഷനിൽ ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.